ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ എല്ലാവരും വീടുകളിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു അട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല നേന്ത്രപ്പഴം പഴുത്തത് നോക്കിയെടുക്കാം. പഴം നമുക്ക് തൊലി കളഞ്ഞ് ചെറിയതായി കട്ട് ചെയ്ത് വെക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കാം. ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതേമാതിരി ആക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നമ്മൾ പഴം ഇട്ട് കൊടുത്തു. നമ്മൾ പഴം എടുത്ത് ഉടച്ചു. ഇനി നമുക്ക് ശർക്കര നീരൊഴിക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം, ഏലക്കായ ഇടാം, ജീരകം ഇടാം, തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂട്ട് അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് മാവ് എടുത്ത് പരത്തി കൊടുക്കാം. എല്ലാം നല്ല പോലെ പരത്തി നമ്മുടെ കൂട്ട് ഇതിൽ നല്ല പോലെ മിക്സ് ചെയ്ത് ഇതേമാതിരി മടക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ അട നല്ലോണം വെന്ത് കഴിഞ്ഞ് വീഡിയോ മുഴുവൻ കാണുന്നതിനായി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.